നമസ്കാരം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ രണ്ടാം ദിനവും ചർച്ച നടത്താനാകില്ല എന്ന് പറഞ്ഞു സ്പീക്കർ. സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം. എന്തായാലും അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് കേൾക്കുമ്പോൾ ചങ്കുവേദന എടുക്കുന്ന, ഭയന്നോടുന്ന ഒരു സർക്കാരിനെയാണ് നമുക്കിപ്പോൾ നിയമസഭയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ, പിണറായി വിജയന്റെ കാലഘട്ടത്തിലൊക്കെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി കൊടുക്കുന്ന, അടിയന്തര പ്രമേയ നോട്ടീസ് ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സർക്കാരിനെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് ഓടുന്ന ഒരു സതീശൻ സർക്കാരിനെയാണ് നമുക്ക് സഭയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് നൽകിയത്. ബിജോയ് കൊടുത്ത ആ നോട്ടീസിൽ, അതായത് അനധികൃതമായിട്ട് ഇപ്പോൾ ചട്ടലംഘനം നടത്തിക്കൊണ്ട് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അവിടെ സഭ നിർത്തിവെച്ച് ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ സ്പീക്കർ അനുമതി കൊടുത്തില്ല എന്നത് മാത്രമല്ല, ഇന്ന് സണ്ണി ജോസഫ് എഴുന്നേറ്റ് പറയുകയാണ് ഈ വിഷയത്തിൽ ചർച്ച നടത്തേണ്ടതില്ല എന്ന് പറയുകയാണ്. ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ സണ്ണി ജോസഫ് പെടും. കാരണം ബിജോയുടെ പ്രസംഗത്തിൽ പോലും ബിജോയ് പറയുന്നുണ്ട്, ഏത് ബന്ധു നിയമനം നടത്തിയിട്ടുള്ള ആളാണ് ഈ സണ്ണി ജോസഫ്. സണ്ണി ജോസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? അളിയനാണ്. വന്നല്ലോ വന്നല്ലോ അളിയൻ വന്നല്ലോ, അങ്ങനെ അളിയനെ പേഴ്സണൽ സ്റ്റാഫ് ഒക്കെ ആക്കിയിട്ടാണ് വലിയ രീതിയിലുള്ള ഗീർവാണം അടിക്കുന്നത്. ഇവരൊക്കെയാണ് പണ്ട് നമ്മുടെ ഇ.പി. ജയരാജനെതിരെ ബന്ധു നിയമനം എന്നൊക്കെ പറഞ്ഞൊരു വിവാദമൊക്കെ ഉണ്ടാക്കി നടന്നത്. അത് ആരും മറക്കണ്ട. അപ്പോ ഇവർ എന്നിട്ട് ഇപ്പൊ എന്താണ് കാണിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തെ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ചർച്ച നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സർക്കാർ വലിയ രീതിയിൽ തന്നെ ഊളിയിടുകയാണ് സഭയ്ക്കകത്തിരുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് പിണറായി വിജയൻ പറയാനുള്ളതെല്ലാം എന്തായാലും അവിടെ പറയുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗുരുതര രോഗമുള്ളവർ, റിട്ടയർ ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവർ, സ്ത്രീകൾ, ദീർഘകാലമായി ചികിത്സയിലുള്ളവർ, ക്ലാസ് 4 ജീവനക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിങ്ങനെ ഇവരെയൊക്കെ തലങ്ങനും വിലങ്ങനും മാറ്റുകയാണ് സാർ. ഇതൊക്കെ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് സാർ. അതുകൊണ്ട് ഇതെല്ലാം പുനഃപരിശോധിച്ച് റദ്ദ് ചെയ്യണമെന്നാണ് ഇന്ന് പിണറായി വിജയൻ സഭയ്ക്കകത്ത് പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി വിമർശിച്ച് ആരെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ പോലും റിട്ടയർ ചെയ്യാൻ 2 ദിവസം മാത്രം ഉള്ള ആളുകളെയൊക്കെ പിടിച്ചങ്ങ് പുറത്താക്കുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് നീതികേടാണ് സാർ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുകയാണ്. ആ നേരത്ത് അസഹിഷ്ണുത കൊണ്ട് UDF സർക്കാരിലെ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വിമ്മിഷ്ടം കാണിക്കുന്ന കാഴ്ചയൊക്കെ എന്തായാലും ഉണ്ടായി. ശേഷം പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ സാർ അനുമതി നൽകുന്നില്ലെങ്കിൽ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കൌട്ട് നടത്തി പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതായത് ഇന്നലെയും ഇത് തന്നെയാണ് നമ്മൾ കണ്ടത്. അതായത് പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർധന കുത്തനെ കയറുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമൂലം വലിയ രീതിയിലുള്ള വിലകയറ്റമാണ് സംസ്ഥാനത്തിൽ നിലവിലുള്ളത്. സാധാരണക്കാരന് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. പക്ഷേ നമ്മുടെ സർക്കാരാകട്ടെ അതിനും അനുമതി നിഷേധിച്ചു. അതൊരു വലിയ കാര്യമല്ലത്രേ എന്നതാണ് മേനോൻ മുഖ്യമന്ത്രിയുടെ കണ്ടുപിടുത്തം. മാത്രമല്ല, പെട്രോൾ ഡീസൽ വില വർധനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നികുതി ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ നികുതി കുറച്ചിട്ട് ജനങ്ങൾക്ക് പെട്രോളും ഡീസലും ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ ചില വിരുദ്ധന്മാരാണല്ലോ ഇന്ന് ഭരണപക്ഷത്തുള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാണ് മിസ്റ്റർ VD സതീശൻ നിങ്ങൾ ഇപ്പോൾ അത് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോ നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് നികുതി കുറച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു മറുചോദ്യം. എന്നാൽ പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നികുതി കുറച്ചിട്ടുള്ളതേ അത് പുറത്തു വരുന്ന കാഴ്ച കണ്ടു. അപ്പോൾ വാഹ തുറന്ന നുണ പറയുന്ന, അല്ലെങ്കിൽ ന്യായീകരണം മാത്രം പറയുന്ന ഒരു പക്ഷമായി ഭരണപക്ഷം മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പൊ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ട് അനുമതി കൊടുത്തിരുന്നെങ്കിലും ഇപ്പൊ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ തന്നെയാകാനാണ് സാധ്യത. ഇപ്പോ 2 ദിവസമായിട്ട് ജനങ്ങൾ മുഴുവൻ സർക്കാരിനെ ഇങ്ങനെ നോക്കിയിട്ട് സത്യത്തിൽ ഇവര് ഭരണപക്ഷം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. കാരണം ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരു സർക്കാരിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്നലെ തന്നെ എന്ത് കല്ലുവെച്ച നുണകളാണ് VD സതീശൻ സഭയ്ക്കകത്തിരുന്ന് പറഞ്ഞത് നമ്മളൊക്കെ കണ്ടതാണല്ലോ. രമേശ് ചെന്നിത്തല നുണ പറയുന്നു, അങ്ങനെ മന്ത്രിമാരടക്കം ഇങ്ങനെ നുണ പറയുകയാണ്, പച്ചയ്ക്ക് നുണ പറയുകയാണ്. ഇത് നമ്മളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷത്തെ ഒരു രീതിയിലും അവരെ പൂട്ടാൻ പറ്റില്ല, പ്രതിപക്ഷത്തെ ഒരു രീതിയിലും എന്താ പറയാ സഭയിൽ അടിച്ചിരുത്താൻ പറ്റില്ല എന്ന് കണ്ട VD സതീശൻ ഇപ്പൊ ധവളപത്രവുമായിട്ട് വരാൻ പോവാണ്. ധവളപത്രം നാളെ എന്തായാലും നമ്മുടെ സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ധവളപത്രമായിട്ട് വരും, അപ്പൊ കാണാം പിണറായി സാറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സതീശൻ സാറ് പോയിട്ടുള്ളത്. അപ്പൊ പിണറായി വിജയൻ സതീശനോട് പറഞ്ഞ ഇന്നലത്തെ ഒരു ഡയലോഗ് എല്ലാവരും ശ്രദ്ധിച്ചു കാണും: ഉമ്മാക്കി കാണിച്ചൊന്നും നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കണ്ട, സാധനം കൊണ്ടുപോവാ, അപ്പൊ നമുക്ക് ചർച്ച നടത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ധവളപത്രത്തിന് പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം എന്താണ്? ഇന്നിപ്പോ രാവിലെ മുഖ്യമന്ത്രിയെ സഭയിൽ കാണാനില്ല, ചെന്നിത്തലയെയും സഭയിൽ കാണാനില്ല. ഇവരെന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ ഈ ധവളപത്രം നാളെ ഇറക്കുമ്പോൾ ഏത് രീതിയിൽ പ്രതിരോധത്തിലാക്കണം എന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ കേരളത്തെ ചവിട്ടിക്കൂട്ടുകയാണ് എന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാർ പറയുകയാണ്. കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ. ഇപ്പോ പ്രതിപക്ഷത്താണ് പിണറായി ഉള്ളത്.
എന്നാൽ ഭരണപക്ഷത്തുള്ള വി.ഡി. സതീശനാണെങ്കിലോ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. കേന്ദ്ര സർക്കാരിനെ താലോലിക്കുന്ന നിലപാട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു രീതിയിലുള്ള വിമർശനങ്ങളില്ല. പാചകവാതക വില വർധനവൊക്കെ ഉയരുന്ന സാഹചര്യത്തിലും ഒരക്ഷരം മിണ്ടുന്നില്ല നമ്മുടെ വി.ഡി. സതീശൻ എന്നുള്ളതാണ്. അപ്പോ ഇനിയിപ്പോ ധവളപത്രം ഇറക്കിക്കൊണ്ട് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം വേറൊന്നും ആയിരിക്കില്ല. അതായത് കേരളം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഖജനാവിൽ 5 പൈസയില്ല. ഇനിയിപ്പോ പൂച്ച വെട്ടിയെടുക്കാന്ന് പറഞ്ഞിടത്ത് വരെ പട്ടി വെട്ടിയെടുക്കാന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടിയും പെട്ടെന്ന് നടത്താനുള്ള സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണം. ഗേയ്സ് നിങ്ങൾക്ക് നോക്കൂ. അതുകൊണ്ട് പൂക്കി മുഖ്യമന്ത്രി ആയിട്ടുള്ള ഞാൻ പറയുകയാണ്, ഒന്നും പെട്ടെന്ന് നടക്കുകയൊന്നുമില്ല എന്ന് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ ധവളപത്രം എടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞ് മിക്കവാറും തവള ചാടുന്നതിനേക്കാൾ വേഗതയിൽ എന്തായാലും ധവളപത്രം എടുത്തിങ്ങനെ വെച്ചുകൊണ്ട് ന്യായീകരിച്ച് നാളെ വി.ഡി. സതീശൻ കിടന്ന് ചാടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നാളെയും മിക്കവാറും വി.ഡി. സതീശനെ പിണറായി വിജയൻ പൂട്ടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ആലോചിച്ച് നോക്കുക, മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ കാണുകയല്ലേ. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ കാണുകയല്ലേ. ധനമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. ആ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. നുണ പറയാനായിട്ട് PhD എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി.ഡി. സതീശൻ എല്ലാവർക്കും അറിയാമല്ലോ. വാ തുറന്നാൽ നുണ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ന്യായീകരിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് വി.ഡി. സതീശൻ എന്ന് നമുക്കറിയാമല്ലോ. വി.ഡി. സതീശൻ ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ നുണ മാത്രമല്ല ന്യായീകരണവും വളരെ കൂടുതലാണ്. എന്ത് പറഞ്ഞാലും അതിനെ ന്യായീകരിച്ച് അങ്ങ് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതൊക്കെ പ്രവർത്തിക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ നമുക്കൊക്കെ താല്പര്യം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. കഴിഞ്ഞ 10 വർഷം മൂപ്പരുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഇപ്പോ പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കും നിലപാടിൽ യാതൊരു വെള്ളവും ചേർക്കാതെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ ബഹുമാനം ഉണ്ടെങ്കിൽ പോലും വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാതെ വയ്യ. ഇങ്ങനെ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നുണ പറയുന്നത്? ഇന്നലെ തന്നെ ആ പാരിയത്തുകാവ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടില്ലേ? അവരെ പുനരധിവസിപ്പിക്കും എന്ന് പറയുന്നു, ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് ആ പാരിയത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്തെ പട്ടികജാതി ഉന്നതിയിൽ താമസിക്കുന്ന അവർ പറയുന്നു ഞങ്ങൾക്കൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല, ഞങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നവർ പറയുന്നു. അങ്ങനെ കല്ലുവച്ച നുണകൾ പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ സഭയിൽ കാണുകയാണ്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കണക്കുകൾ നിരത്തി പ്രതിപക്ഷം സർക്കാരിനെ വിറപ്പിക്കുമ്പോഴും അപ്പോഴും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യല്ലേ എന്ന് ഇവർ അതിശക്തമായിട്ട് ശബ്ദമുയർത്തുകയാണ്. എന്തെന്നാൽ സഭ നിർത്തിവെച്ച് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമാകും. 1 ആഴ്ച എന്നല്ല, 2 ആഴ്ച എന്നല്ല, 3 ആഴ്ച എന്നല്ല, എത്ര ആഴ്ച എടുത്തിട്ടുണ്ടെങ്കിലും ഈ സർക്കാർ മാറാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇപ്പൊ എന്താണ് പറയുന്നത്? ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ 1 മാസം ആകാറായി. അപ്പോഴും ഈ സർക്കാരിന് പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. എല്ലായിടങ്ങളിലും വലിയ രീതിയിലുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എന്താണ് കാണുന്നത്? UDF അധികാരത്തിൽ വന്ന ശേഷം ആ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെയൊക്കെ മാറ്റുന്നു. മാത്രവുമല്ല തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ എത്രയൊക്കെ ഉപദ്രവിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഉപദ്രവിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണോ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ പിടിച്ച ഭരണപക്ഷത്ത് കൊണ്ടുപോയി ഇരുത്തിയത്? നിങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷമല്ലേ, നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. മാത്രമല്ല ഭരണം കിട്ടിയപ്പോൾ ഇത്രയധികം ധാർഷ്ട്യം പിടിച്ച ഒരു സർക്കാരിനെ ഇതുവരെ കേരളം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല ഇപ്പോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓരോ കാട്ടിക്കൂട്ടിലും കണ്ടിട്ട് നിങ്ങളുടെ ഈ വിസ്മയം കണ്ടിട്ട്, ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, ഈ വിസ്മയം കണ്ടിട്ട് ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അബദ്ധം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെല്ലാവരും കൂടി പൊളിറ്റിക്സ് പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഈ സുഹൃത്തുക്കളൊക്കെ പറയുമായിരുന്നു, അത്രയൊന്നും നാളും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഭരണമാറ്റം നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ചില സുഹൃത്തുക്കൾ പറയാണ്. അതായത് ഇതിപ്പോ വലിയ അബദ്ധമായി പോയല്ലോ എന്നാണ് പറയുന്നത്. ഇവരെ അധികാരത്തിൽ കൊണ്ടുവന്നത് ഇപ്പോൾ കുതിരയ്ക്ക് കൊമ്പ് കിട്ടിയതുപോലെ ആയല്ലോ എന്നാണ് പറയുന്നത്. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നില്ല, പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് കാണിക്കുന്ന ഒരു സർക്കാർ. ഇത് വലിയൊരു തലവേദനയായി കേരളത്തിന് മാറുമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തന്നെ ഇവരെ പിന്തുണച്ച ആളുകൾ പോലും തന്നെ 1 മാസം കഴിയുമ്പോൾ തന്നെ തിരുത്തി പറയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്തായാലും അമ്പയെ പരാജയമായ ഒരു ഭരണപക്ഷമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ കരുത്തുറ്റൊരു പ്രതിപക്ഷത്തെ സഭയിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, ജനങ്ങളുടെ ശബ്ദമാകാൻ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ട് പിണറായി വിജയൻ സഭയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസുകൾ കൊടുക്കുമ്പോൾ അത് നിഷേധിക്കപ്പെടും. കാരണം മൂപ്പരെ നമ്മുടെ മേനോൻ മുഖ്യമന്ത്രിക്ക്, പൂക്കി മുഖ്യമന്ത്രിക്ക്, വടശ്ശേരി ദാമോദര മേനോൻ മുഖ്യമന്ത്രിക്ക്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് പണ്ടേ ഭയമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ശരി, വീണ്ടും കാണാം.